ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൂസ് റെസിപ്പി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാർബിൾ കേക്ക് അല്ലെങ്കിൽ സീബ്ര കേക്ക് എന്നൊക്കെ പറയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. സമയം ഒട്ടും കളയണ്ട, നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അതിനു വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്, ഒരു അരിപ്പയുമുണ്ട്. 1 ഗ്ലാസ് മൈദയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറഞ്ഞ അളവിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടിട്ടാണ് 1 ഗ്ലാസ് മൈദ എടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക, ലംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ഗ്ലാസ് പഞ്ചസാരയാണ്. പഞ്ചസാര നല്ല പോലെ പൊടിച്ചെടുത്തേക്കുന്നതാണ്. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല പോലെ പൊടിച്ചെടുത്തു. എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. കാരണം പൊടിച്ചതാണെങ്കിലും ഇതുപോലെ ലംസ് വരാൻ ചാൻസ് ഉണ്ട്. ഈ ലംസ് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് നമുക്ക് ക്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി അരിച്ചു കൊടുക്കാം. വീണ്ടും ലംസ് വരുവാണെങ്കിൽ ഇനി നമുക്കതങ്ങ് മാറ്റിക്കളയാം. എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. 1 ഗ്ലാസ് മൈദയ്ക്ക് 1/2 ഗ്ലാസ് ഷുഗർ എന്നുള്ള കണക്കിലാണ് ഞാൻ എടുക്കുന്നത്. നല്ല ഭയങ്കര മധുരം ഉണ്ടാവില്ല, എന്നാലും ആവശ്യത്തിനുള്ള മധുരമുണ്ട്. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും സ്മെല്ലില്ലാത്ത ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇങ്ങനെ മിക്സ് ചെയ്യാൻ പാടുള്ളവരാണെങ്കിൽ മുട്ടയും ഓയിലും ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് അടിച്ചതിന് ശേഷം പൗഡർ ഇട്ട് മിക്സ് ചെയ്യാം. കണ്ട് ഇപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു വീഡിയോ കട്ടായി പോയിരുന്നു കേട്ടോ. വാനില എസൻസ് ഒരടപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മിക്സ് ആയിട്ടുണ്ടെങ്കിലും നല്ല ലൂസായില്ല. അപ്പോൾ നമ്മൾ നോർമൽ വാട്ടർ ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്ത് ലൂസാക്കുകയാണ് ചെയ്യുന്നത്. അല്പാൽപമായിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമായാൽ മതി. ഇതുപോലെ കുറച്ച് കുറച്ച് ചേർത്ത് കറക്റ്റ് കേക്ക് ബാറ്ററിൻ്റെ ഒരു തിക്നെസ്സിലേക്ക് കൊണ്ടുവരണം. നമുക്ക് ഈ മാർബിൾ കേക്കിന് സാധാരണ കേക്ക് ഉണ്ടാക്കുന്നതിലും കുറച്ചും കൂടി ലൂസായിട്ടുള്ള ബാറ്റർ വേണം. കണ്ടോ, ഇതുപോലെ വരുന്ന ഒരു പാകം വേണം. നിങ്ങൾ കൂടുതൽ അളവിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് സാധനങ്ങളെല്ലാം ഇതേ റേഷ്യോയിൽ തന്നെ കൂടുതലായിട്ട് ഇരട്ടിയാക്കി എടുത്താൽ മതി. ഈ ബാറ്റർ ഞാൻ 2 പാത്രത്തിലേക്ക് ഇതുപോലെ ഈക്വലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൽ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തു. കൊക്കോ പൗഡർ കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല കളറ് കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും പൗഡറാണല്ലോ ചേർത്ത് കൊടുത്തേക്കുന്നത്, വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം ലൂസാക്കിയതുപോലെ തന്നെ ഇതും ലൂസാക്കി കൊടുക്കുക. കൊക്കോ പൗഡർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് ഒരു ഭംഗി ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് നമ്മുടെ സോഡാക്കാരം, സോഡാ പൗഡർ എന്ന് പറയില്ലേ, അത് തന്നെയാണ് കേട്ടോ. ഒരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി. 2 പാത്രത്തിലും ഈക്വലായിട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് പൗഡർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ഞാൻ ബേക്കേഴ്സിൻ്റെ ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതൊരു 1/4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് 2ലും. ഈ ഒരു കറക്റ്റ് അളവിൽ ഇട്ട് കൊടുത്തില്ലെങ്കിൽ സോഡയുടെ ഒരു ടേസ്റ്റ് മുന്നോട്ട് വരും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 മിക്സ് ചെയ്ത് കൊടുക്കുക. വിസ്ക് ഇല്ലെങ്കിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്താലും മതി. ഇപ്പോൾ ചോക്ലേറ്റിൽ മിക്സ് ചെയ്തേക്കുന്നത് കൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് മറ്റത് മിക്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വേറൊരു സ്പൂൺ എടുത്തിട്ട് ഞാൻ അതും നല്ലപോലെ തന്നെ മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്യുന്ന എപ്പോഴും ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രം ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം കേക്ക് ഉണ്ടാക്കുമ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്.
ഇപ്പോൾ ബേക്കിംഗ് പൗഡറൊക്കെ മിക്സ് ചെയ്തിട്ട് ഒത്തിരി നേരം പുറത്ത് വയ്ക്കാൻ പറ്റില്ല. കൂടി വന്നാൽ 10 മിനിറ്റ് അതിനുള്ളിൽ നമ്മൾ ബേക്കിംഗ് സ്റ്റാർട്ടാക്കണം കേട്ടോ. അപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും എത്തണം, എന്നാൽ മാത്രമേ എല്ലാ ഭാഗവും നല്ലപോലെ പൊങ്ങി വരുള്ളൂ. അതുകൊണ്ട് നല്ലപോലെ ഈ പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബട്ടർ പേപ്പർ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ബേക്ക് ചെയ്യുന്ന പാൻ ഏതാണോ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഇംപ്രഷൻ വന്നല്ലോ, ആ ഒരു റൗണ്ടിൽ കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ്. A4 സൈസ് പേപ്പർ ഇല്ലെങ്കിൽ നമ്മുടെ സാധാ നോട്ട്ബുക്കിലെ വരയിടാത്ത നോട്ട്ബുക്കിലെ ഏതെങ്കിലും ഒരു നടുക്കത്തെ പേജ് എന്തെങ്കിലും കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ന്യൂസ് പേപ്പർ ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ. പ്രിൻറ്റഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ കെമിക്കൽസൊക്കെ ഉള്ളിൽ പോകും. അപ്പോൾ ഇത് റൗണ്ടായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പാൻ ബേക്കിങ്ങിന് വേണ്ടി മാത്രം മാറ്റി വച്ചേക്കുന്നതാണ്. ഇപ്പോൾ കുറച്ച് ഡാമേജ്ഡ് ആയിട്ടുള്ള പാനൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി ബേക്കിങ്ങിന്. കാരണം നന്നായിട്ട് ഹീറ്റ് ആവുകയാണല്ലോ, സൈഡൊക്കെ കരിഞ്ഞു വരും. ഇതുപോലെ ബ്രഷ് ചെയ്തിട്ട് ഈ പേപ്പർ നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ജസ്റ്റ് മുകളിൽ കൂടി ഇതുപോലെ ഓയിലൊന്ന് തടവി കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് പറ്റി ഇരിക്കണം എണ്ണ. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ബട്ടർ പേപ്പർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഹോം മെയ്ഡ് ബട്ടർ പേപ്പറിലോട്ട് നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ആദ്യം യെല്ലോ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ബേസ് വരുന്നത് യെല്ലോ കാണാനാണ് ഒരു ഭംഗി. പിന്നെ കരിഞ്ഞു പിടിക്കാതെയൊക്കെ ഇരിക്കും ഇതിൻ്റെ അകത്ത് കൊക്കോ പൗഡർ ഇല്ലാത്തത് കൊണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം യെല്ലോ കളറുള്ള ബാറ്റർ ഒഴിച്ചു. ഇനി നമുക്ക് കൊക്കോ ചേർത്തിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ 2 തവിയിൽ ഓരോ ബൗളിലും ഓരോ തവി ഇടണം. എന്നിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ ആർട്ടിസ്റ്റിക്കൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഈ കേക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കറക്റ്റ് വട്ടത്തിലൊക്കെ ഒഴിച്ച് നല്ല രസത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ അത്ര ആർട്ടിസ്റ്റിക്കൊന്നുമല്ല, അതുകൊണ്ടിട്ട് ജസ്റ്റ് ഈ തവിയിൽ ഇങ്ങനെ കോരി ഒഴിക്കുവാണ്. വളരെ ചെറിയ സർക്കിൾസ് വേണമെങ്കിൽ സ്പൂണ് കൊണ്ട് ഒഴിച്ചാലും മതി. ഇനി വേറെ എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് നിങ്ങളുടെ ആ ഒരു ബുദ്ധിയൊക്കെ അനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ക്ഷമ ആവശ്യമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. എന്നാലും ഇതിങ്ങനെ സർക്കിൾസൊക്കെ വരുന്ന കാണുമ്പോൾ തന്നെ നല്ലൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മളിത് വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇടയ്ക്കൊന്നും ചെയ്ത് കൊടുക്കണ്ട, ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. തന്നെ ഇങ്ങനെ കേക്ക് ബാറ്റർ സ്പ്രെഡ് ആവും. ഇപ്പോൾ നന്നായിട്ട് എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തെടുക്കാം. എൻ്റെ ടൂത്ത് പിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഈ കത്തിയുടെ ഷാർപ്പ് എൻഡ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. ഓരോ വട്ടം ഡിസൈൻ ചെയ്തിട്ടും ഇതിൻ്റെ ടിപ്പ് ഒന്ന് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക. ഞാൻ ജസ്റ്റ് നമ്മുടെ ക്യാപ്പിച്ചീനോ കോഫിയിലൊക്കെ ഡിസൈൻ ചെയ്യുമല്ലോ, ആ ഒരു ഡിസൈനാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പം 4 സൈഡിൽ നിന്നും ഇതുപോലെ ഉള്ളിലേക്ക് വരയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. കേക്ക് ലെവലാവാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് ഈ പാത്രം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഡിസൈൻ ചെയ്താലും മതി. ഇനി അതിൻ്റെ ഇടയിലുള്ള സ്ഥലത്ത് പുറത്തേക്ക് ഞാനാണ് ഇങ്ങനെ വരയിട്ട് കൊടുക്കുവാണ്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്, ക്യൂട്ടായിട്ടുള്ള കേക്ക്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ആർട്ടിസ്റ്റിക്കൊക്കെ ആണെങ്കിൽ ഇതിലൊക്കെ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നിങ്ങൾക്ക്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടായി കിട്ടണം. എന്നിട്ട് വേണം നമ്മുടെ ഈ ബേക്ക് ചെയ്യാനുള്ള പാത്രം വെച്ച് കൊടുക്കാനായിട്ട്. ഞാൻ എപ്പോഴും ഇതുപോലത്തെ പാത്രമാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ലിഡെന്ന് പറയുന്ന ചില്ലാണല്ലോ, നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യമായിട്ടൊക്കെ ബേക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഡൗട്ടായിരിക്കും. ഇപ്പോൾ കുക്കറിലൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാൻ പറ്റില്ല. തുറന്ന് നോക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ പൊങ്ങി വരുന്നതൊക്കെ ചിലപ്പോൾ താന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞും പോവാം. ഇതാവുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കാണാം കേക്ക് പൊങ്ങി വന്നോ വെന്തോ എന്നൊക്കെ ഉള്ളത്. അതുപോലെ നല്ല സ്മെല്ലും പുറത്തേക്ക് വരും ഇതിൻ്റെ ഹോളിൽ കൂടി. ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്, കറക്റ്റ് അരമണിക്കൂർ. അത് എല്ലാവരുടെയും പാനും അതുപോലെ തന്നെ നമ്മൾ വയ്ക്കുന്ന ഹീറ്റും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. എപ്പോഴും ഹീറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം,
എന്നാലും ഗ്യാസിൽ ഒക്കെ വയ്ക്കുമ്പോൾ വ്യത്യാസം വരുമല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കുക, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടോ, നല്ലൊരു സ്മെല്ല് വരും കേക്കിൻ്റെ. ആ ഒരു സമയത്ത് നമുക്ക് ഈ ലെഡ് പൊക്കി നോക്കാം. എന്നാലും ഒരു മിനിമം 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് പൊക്കി നോക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കേക്ക് താന്നു പോവും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ല ഭംഗിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി വെന്തോന്ന് നോക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ഏറ്റവും അവസാനം വേവുന്ന ഭാഗം എന്ന് പറയുന്നത് നടുക്കുള്ള ഭാഗമാണ്. ആ ഭാഗത്ത് വേണം നമുക്ക് ഒരു ടൂത്ത് പിക്കോ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് കുത്തി നോക്കാം. എപ്പോഴും കേക്കിൻ്റെ ഭംഗി പോവാതെ നമുക്ക് കുത്തി നോക്കണം. അതുകൊണ്ട് തന്നെ ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് വേണം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ. ഞാനിപ്പോൾ ഒരു ക്യാൻഡിയുടെ ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു, അത് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിക്കോ. അതിൻ്റെ അകത്ത് ഒന്നും വന്നിട്ടില്ല. അതായത് വെന്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പറ്റി പിടിച്ച് മാവായിട്ടിരിക്കും, പച്ചമാവായിട്ടിരിക്കും. അങ്ങനെയൊന്നുമില്ല, നല്ല പോലെ വെന്തിട്ടുണ്ട്. കണ്ടോ, പെർഫെക്റ്റ് ആണ്. കറക്റ്റ് ടൈമിൽ കേക്ക് എടുക്കുമ്പോഴാണ് ടേസ്റ്റ്. കരിഞ്ഞും പോവരുത്, നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാവണം. ആ ഒരു പാകത്തിന് നിങ്ങൾ കേക്ക് എടുക്കണം കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ആറാൻ വേണ്ടി വയ്ക്കണം. ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സൈഡിലൊക്കെ ഒന്ന് കത്തി വെച്ച് വിടിയിപ്പിച്ച് കൊടുക്കുവാണ്. ചൂടോടെ തന്നെ കേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കരുത്. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇത് വിടിയിപ്പിച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ കേക്ക് അതേ സമയത്ത് തന്നെ ബേക്ക് ചെയ്ത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കഴിക്കരുത്. അപ്പോൾ അതിൻ്റെ കുറച്ച് മുട്ടയുടെ സ്മെല്ലും അതുപോലെ ചിലപ്പോൾ സോഡയുടെ സ്മെല്ലൊക്കെ ചെറുതായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തന്നെ കഴിച്ചു എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, എന്നാലും ചെറിയൊരു സെൻസേഷൻ വരും. പിറ്റേ ദിവസം കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതുപോലത്തെ കേക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു ടിന്നിലൊക്കെ ഇട്ട് പുറത്ത് വെച്ചാൽ മതിയാവും. കണ്ടോ, നമ്മുടെ ബട്ടർ പേപ്പർ അടിപൊളി ബട്ടർ പേപ്പറായിട്ട് വർക്ക് ചെയ്തിരുന്നു. നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ബട്ടർ പേപ്പറാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബട്ടർ പേപ്പറും ഉണ്ടാക്കാം ഇതുപോലെ. കണ്ടോ, അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടില്ല, നല്ല പോലെ വന്നിട്ടുണ്ട്, ക്രിസ്പി ആയിട്ടുണ്ട്. ഈ സൈഡിലുള്ളത് കരിഞ്ഞതല്ല കേട്ടോ, നമ്മുടെ കൊക്കോ പൗഡറിൻ്റെ ആ ലെയർ കാണുന്നതാണ്. നമുക്ക് നോക്കാം. നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ തിക്നെസ് കുറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത ക്വാണ്ടിറ്റി കുറവാണ്, അതുകൊണ്ടാണ്. പക്ഷെ അത് മാക്സിമം പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂലേ? നിങ്ങൾ ഇതിലും ഭംഗിയായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇപ്പോൾ കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഉള്ളുഭാഗത്തൊക്കെ നല്ല പോലെ തന്നെ ഡിസൈൻ വന്നിട്ടുണ്ട്, സീബ്രയുടെ പോലെ. അതുകൊണ്ട് ഈ കേക്കിനെ സീബ്ര കേക്ക് എന്നും പറയും. സ്പോഞ്ചിയാണ്, നല്ല സ്പോഞ്ചിയാണ്, അതുപോലെ എയറിയാണ്, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഈ കേക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാം, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതിലും എപ്പോഴും നല്ലത് നമ്മുടെ വീട്ടിൽ നല്ല എണ്ണയൊക്കെ ഉപയോഗിച്ച് കേക്ക് ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കേക്ക് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ അമർത്തുക. അപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ബൈ.